ഇവിടുന്ന് റൈറ്റ്. അറിയാം, പറഞ്ഞുതരണ്ട. See, this is my office. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആള് കയറ്റിന്ന്. ഇൻഫാക്ട് ഞാൻ മതി മതി, നീ ആഫീസിൽ കയറ്, ഞാൻ നോക്കട്ടെ. സാറിനെ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാം. ഇന്ന് വൈകിട്ട് ഓഫീസ് സർവീസ് കഴിഞ്ഞ് ബൈ 6:37 മിസ്റ്റർ വിശ്വനാഥൻ എന്നെ ഒന്ന് കാണണം. സർ. ഹോട്ടൽ 5-നെ അറിയാം സർ. അവിടെ വന്നാൽ മതി. ഐ വിൽ ബി ദെയർ. സർ. വൈകിക്കരുത്, 7 മണിക്ക് മുമ്പ് എത്തിക്കണം. സർ. Yes. ഭയങ്കര പങ്ക്ച്വലാണല്ലോ. ഇരിക്ക. താനൊരു ഡ്രിങ്ക് കഴിക്കുന്നോ? വേണ്ട സർ, താങ്ക്സ്. അതെന്താ? ഒന്നുമില്ല സർ, വേണ്ട, ഞാൻ കഴിക്കാറില്ല. ഓഹോ. ഈ ഹോട്ടലിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല സർ, ഇത് ഫസ്റ്റ് ടൈമാ. ഷുവറാണോ? ഓർത്തു നോക്കി. സർ, ഞാന് ഭയങ്കര ഈശ്വര വിശ്വാസിയാ. അത് ഈ 2-2.5 മാസം കൊണ്ട് മനസ്സിലായി കാണുമല്ലോ. അറിയാം സർ. എന്റെ ഭക്തി ഷോ അല്ല, ഉള്ളി തട്ടിയതാ. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചാടാൻ തുടങ്ങിയാലും എനിക്ക് അബദ്ധങ്ങൾ അങ്ങനെ പറ്റാറില്ല. ലാസ്റ്റ് മിനിറ്റില് എങ്ങനെങ്കിലും ഞാൻ അതിന് തട്ടി മാറും. തന്നെ അടുത്ത മാസം പെർമനന്റ് ആക്കി തൂത്തുക്കുടിയിൽ ഓപ്പൺ ചെയ്യുന്ന പുതിയ ബ്രാഞ്ചിന്റെ ചാർജ് ഏൽപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന. എനിക്കത് പറ്റിപ്പോയനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ,
എന്റെ ഈശ്വര വിശ്വാസം. അല്ല സാർ, ഒരു പക്ഷേ 1 മാസം കഴിഞ്ഞാണ് കുര്യച്ചൻ നിന്നെ കാണുന്നതെങ്കിൽ നീ ഒരിക്കലും എക്സ്പോസ്ഡ് ആവുകയില്ലായിരുന്നു. നമ്മൾ തമ്മിൽ അന്ന് കണ്ടില്ലല്ലോ. സാർ ഞാൻ ജീന ജോസഫിന് കൊടുക്കാനെന്നും പറഞ്ഞ് കുര്യച്ചന്റെ നീ വാങ്ങിച്ച 2000 രൂപയില് 1000 ഇട്ടത് ഞാനാ. അത് നീ അറിഞ്ഞില്ല അല്ലേടാ bastard. പോടാ അവിടെ. നീ വിടല്ലോ അവനെ. അങ്ങനെ അങ്ങ് പോയാലോ? പോടാ ഇവിടെ. ഇവിടെ പോടാ. ഇങ്ങോട്ട് പാടാ. നിന്നെ ഇനി മിണ്ടരുത്. മിണ്ടരുത്. വിടുന്ന മതി അമ്പി, മതി. ആ ചത്താ പിന്നെ നമ്മൾ ഉത്തരം പറയണം. ആഹാ. ഇന്ന് പൊയ്ക്കോട്ടെ എരപ്പാളി. അവന്റെ കാശ് കിട്ടാനല്ലേ നിനക്ക് ഇത് തന്നത്. ഇത്രയും നാൾ നല്ല പിള്ള കളിച്ച് എന്നെ എന്റെ ബിസിനസിനെ ചീറ്റ് ചെയ്തേനാ. മേലാലി അഭ്യാസം വേറെ ഒരിടത്ത് നീ ഇറക്കരുത്. സാർ ഞാനല്ല നിങ്ങളെ ചീറ്റ് ചെയ്ത്. എന്നെ പോലെ ഇരിക്കുന്ന വേറെ സിറ്റിയിലുണ്ട്. വൺ ഹു ലുക്സ് എക്സാക്ട്ലി ലൈക്ക് മീ. അവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈസ് എ വാണ്ടഡ് ക്രിമിനൽ. പിന്നെ വടിയാക്കാൻ നോക്കുന്നു. Get out from this room. All right. Bastard. പോടാ ഇറങ്ങി. എടാ പിമ്പ് റാസ്കൽ, നാളെ മുതൽ നിന്നെ എന്റെ ഓഫീസിൽ കണ്ടുപോരുത്. ഓഫീസിലെന്നല്ല, അറിയാതെ പോലും എവിടെങ്കിലും വെച്ച് എന്റെ മുമ്പിൽ ഒന്ന് ചാടിപ്പോയാൽ that will be your funeral. എന്താ ആശാനെ, കോളുവല്ലാണോ? പോടാ. ഞാൻ നിന്റെ എം ഡിയുമായിട്ട് ഫോണിൽ നേരിട്ടും സംസാരിച്ചു. എന്ത് ചെയ്യാനാ, എത്ര പറഞ്ഞിട്ടും അയാൾക്ക് പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല. അഥവാ സംഭവം നമ്മൾ പറയുന്ന ആ നേരം നാണേ തന്നെ ഇനിയിപ്പം നിന്നെ ഫേസ് ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് അയാൾ പറയുന്നു. പുള്ളിയുടെ മറ്റേ മുഖം വിശ്വത്തിന്റെ അടുത്ത് എക്സ്പോസ്ഡ് ആയി പോയല്ലോ, അതിന്റെ ചമ്മലായിരിക്കും. ഇനിയും പ്രസ് ചെയ്യണോ? വേണേൽ ഇനി അതൊരു വിരട്ട് മുറയിലായിരിക്കണം. വേണ്ട, ഇനി അത് ശരിയാവുകയില്ല. ചേട്ടാ, ഇവൻ കാരണം നിനക്ക് ജീവിക്കാൻ പറ്റാണ്ടായിരിക്കുകയാണല്ലോ. അതെ ജോർജെ, ഞാൻ ഏതായാലും പുറമെ നാട്ടിലേക്ക് പോകുന്നില്ല. പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ അവനും ഞാനും തമ്മിൽ ഫേസ് ടു ഫേസ് കാണുന്നത് വരെ ഞാനിനി വേറൊന്നിനെ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാ ക്രോസ് റോഡിലും അവൻ വന്ന് നിൽക്കുക. നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എളുപ്പമാവണ്ട, എനിക്ക് വേറെന്താ ജോലി? ഞാനൊരു കൊച്ചു മുറിയിലേക്ക് മാറാൻ പോവാ. 100-150 രൂപ മാസവാടയുള്ള മുറി. ഒരു 1-1.5 മാസമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള പൈസ കയ്യിലുണ്ട്. ഈ മാസം ഇത്രയും ദിവസം വർക്ക് ചെയ്തതിന്റെ സാലറി അയാൾ തരും. അത് ആംബ്ലിയുടെ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും വല്ലാതെ മുട്ടുവരികയാണെങ്കിൽ നിന്നെ തന്നെ വന്ന് പിടിക്കും. സാരമില്ല. അമ്പിളി എന്തു പറയുന്നു? എന്തു പറയാനാ, MD അവളെ വിളിച്ച് കുറെ അഡ്വൈസ് ചെയ്തു. എങ്ങനെ? വിഷു അവളെ കിട്ടിയാൽ കച്ചവടം അടിക്കുന്നോ എന്ന് പറഞ്ഞു കാണില്ല. എന്നാലും ഈ അഫയർ കുഴപ്പമാന്ന് പറഞ്ഞു. ഒരു പെറ്റേണൽ വാണി. ഏതായാലും അവൾക്ക് പേടിയൊന്നുമില്ലല്ലോ. ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. ജോർജെ, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? ഏതായാലും നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണല്ലോ. കുറച്ച് എക്സ്ട്രാ താല്പര്യമെടുത്താൽ അവനെ നിനക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ കഴിയും. ഇവൻ ആരാണ്, എവിടുത്തുകാരനാണ്, എത്ര കാലമായി ക്രിമിനൽ ലിസ്റ്റിലുണ്ട്, ആദ്യം എന്ന് ജയിലിൽ വന്നു, പാസ്റ്റ് റെക്കോർഡ്സ്, ബയോഗ്രഫി. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ എനിക്ക് വേണ്ടി. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തപ്പി പിടിച്ചെടുക്കാം. ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കും. അത് സാരമില്ല, സമയം എടുത്തോട്ടെ.